ടുപ്പി 2D അനിമേഷൻ സോഫ്റ്റ്വെയറിനെ പരിചയപ്പെടുത്തുന്ന വീഡിയോ ട്യൂട്ടോറിയലിന്റെ രണ്ടാം ഭാഗമാണിത്. ഈ ഭാഗത്ത് മറ്റ് ഡ്രോയിംഗ് സോഫ്റ്റ്വെയറുകളിൽ വരച്ച ചിത്രങ്ങൾ ഉപയോഗിച്ച് ടുപ്പിയിൽ ഒരു അനിമേഷൻ നിർമ്മിക്കുന്ന വിധം നമുക്ക് പരിചയപ്പെടാം. ഈ ദൃശ്യം ശ്രദ്ധിക്കൂ. 10ാം ക്ലാസ് ICT പാഠപുസ്തകത്തിൽ സ്റ്റോറി ബോർഡ് പൂർത്തിയാക്കാനുള്ള പ്രവർത്തനത്തിനായി നൽകിയ ആദ്യ സീനിലെ ഒരു ദൃശ്യമാണിത്. ഈ സീനിനെ ടുപ്പി സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ദൃശ്യവൽക്കരിക്കുന്ന പ്രവർത്തനം നമുക്ക് ഇവിടെ കാണാം. ഈ പ്രവർത്തനത്തിലേക്ക് ആവശ്യമായ ചിത്രങ്ങൾ PNG ഫോർമാറ്റിൽ ഇവിടെ തയ്യാറാക്കി വച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യമായ പശ്ചാത്തല ചിത്രമാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത്. 520x380 എന്ന ക്യാൻവാസിലാണ് ഈ പശ്ചാത്തല ചിത്രം തയ്യാറാക്കിയിരിക്കുന്നത്. ഇതിലേക്കുള്ള കഥാപാത്രത്തിന്റെ 2 വ്യത്യസ്ത ചിത്രങ്ങളും ഇവിടെ PNG ഫോർമാറ്റിൽ തയ്യാറാക്കി വച്ചിട്ടുണ്ട്. ഫ്രെയിം പെർ സെക്കൻഡ് 6 സെറ്റ് ചെയ്ത ഒരു പുതിയ പ്രൊജക്റ്റാണ് ഈ പ്രവർത്തനത്തിന് ഇവിടെ ഉപയോഗിക്കുന്നത്. ഈ പ്രൊജക്റ്റിലേക്ക് ആദ്യം പശ്ചാത്തല ചിത്രത്തെയാണ് ഉൾപ്പെടുത്തേണ്ടത്. പശ്ചാത്തല ചിത്രത്തെ ഉൾപ്പെടുത്താനായി ബാക്ക്ഗ്രൗണ്ട് മോഡ് സെലക്ട് ചെയ്യുക. ശേഷം ഇൻസേർട്ട് ബിറ്റ്മാപ്പ് ക്ലിക്ക് ചെയ്യുക. ഇനി ഡെസ്ക്ടോപ്പ് തുറന്ന് സീൻ 1 എന്ന ഫോൾഡറിലെ BG1 എന്ന ചിത്രം സെലക്ട് ചെയ്ത് ഓപ്പൺ ക്ലിക്ക് ചെയ്ത് ചിത്രത്തെ ഉൾപ്പെടുത്തുക. ഇനി ചലിക്കേണ്ട മറ്റ് ചിത്രങ്ങളെ ഉൾപ്പെടുത്താനായി ഫ്രെയിംസ് മോഡ് സെലക്ട് ചെയ്യുക. ഇനി വീണ്ടും ഇൻസെർട്ട് ബിറ്റ്മാപ്പ് സെലക്ട് ചെയ്യുക. ശേഷം ഡെസ്ക്ടോപ്പിലെ സീൻ 1 എന്ന ഫോൾഡർ തുറന്ന് നാം നേരത്തെ തയ്യാറാക്കിയ ഫിഗർ 1 എന്ന ചിത്രം സെലക്ട് ചെയ്ത് ഓപ്പൺ ക്ലിക്ക് ചെയ്യുക. വർക്ക് സ്പേസിനേക്കാളും വലിയ ചിത്രങ്ങളെ ഉൾപ്പെടുത്തുമ്പോൾ ദൃശ്യമാകുന്ന ഒരു ജാലകമാണിത്. ഈ ജാലകത്തിൽ നോ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ക്യാൻവാസിനേക്കാളും വലിയൊരു ചിത്രമാണ് നാം ഇപ്പോൾ കാണുന്നത്. ഈ ചിത്രത്തെ ക്യാൻവാസിന് ആനുപാതികമായി ചെറുതാക്കേണ്ടതുണ്ട്. ഇത് ചെറുതാക്കാനായി ആദ്യം സെലക്ഷൻ ടൂൾ സെലക്ട് ചെയ്യുക. ശേഷം ചിത്രത്തിൽ ക്ലിക്ക് ചെയ്യുക. ഇനി ചിത്രത്തിന്റെ ഉയരവും വീതിയും ഒരേപോലെ ചെറുതാക്കാനായി കീബോർഡിലെ ഷിഫ്റ്റ് കീ അമർത്തിപ്പിടിച്ച് ഇവിടെ കാണുന്ന ഈ നോഡിൽ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ചിത്രത്തെ ചെറുതാക്കാവുന്നതാണ്. ഈ ചിത്രത്തെ ഈ ക്യാൻവാസിന്റെ ഈ ഭാഗത്തേക്ക് മാറ്റിവെക്കേണ്ടതുണ്ട്. അതിനായി ചിത്രത്തിന്റെ മധ്യഭാഗത്തുള്ള നോഡിൽ ക്ലിക്ക് ചെയ്ത് ചിത്രത്തെ ഡ്രാഗ് ചെയ്ത് ഇങ്ങോട്ട് മാറ്റിവെക്കാം. ചിത്രത്തെ അല്പം കൂടി നമുക്ക് ചെറുതാക്കാം. ഇപ്പോൾ 1ാമത്തെ ഫ്രെയിമിൽ ചിത്രം തയ്യാറായിട്ടുണ്ട്. മറ്റ് ഫ്രെയിമുകളിൽ ചിത്രത്തെ കോപ്പി ചെയ്യുന്നതിന് പകരം നേരത്തെ നാം തയ്യാറാക്കി വെച്ച ഈ ചിത്രത്തിന്റെ മറ്റൊരു പൊസിഷനാണ് ഇങ്ങോട്ട് ഉൾപ്പെടുത്തുന്നത്. അതിനായി 2ാമത്തെ ഫ്രെയിമിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം ഇൻസെർട്ട് ബിറ്റ്മാപ്പ് വഴി നേരത്തെ നാം തയ്യാറാക്കിയ ചിത്രത്തെ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ക്ലിക്ക് ചെയ്ത് ഇങ്ങോട്ട് ഉൾപ്പെടുത്താവുന്നതാണ്. ഇപ്പോൾ 2ാമത്തെ ചിത്രത്തെയും ഉൾപ്പെടുത്തി ഈ ചിത്രത്തെ സെലക്ട് ചെയ്തു. ശേഷം ഷിഫ്റ്റ് കീ അമർത്തിപ്പിടിച്ച് ചിത്രത്തിന്റെ വലിപ്പം ഒന്ന് ചെറുതാക്കാവുന്നതാണ്. 1ാമത്തെ ഫ്രെയിമിലെ ചിത്രത്തിന്റെ മുകളിൽ കൊണ്ടുവന്ന് ഈ ചിത്രത്തിന്റെ വലിപ്പം ഫ്രെയിം 1ലെ ചിത്രത്തിന്റെ അതേ വലിപ്പത്തിൽ ക്രമീകരിക്കേണ്ടതാണ്. ഇനി ഈ ചിത്രത്തെ അല്പം മുന്നോട്ട് നീക്കാം. ഇപ്പോൾ 1ാമത്തെ ഫ്രെയിമിലും 2ാമത്തെ ഫ്രെയിമിലും ചിത്രം തയ്യാറായി. ഇനി ഈ ചിത്രങ്ങളെ ഒന്നിടവിട്ട് മറ്റ് ഫ്രെയിമുകളിലേക്ക് കോപ്പി ചെയ്യുക. അതിനായി ആദ്യം 1ാമത്തെ ഫ്രെയിമിൽ ക്ലിക്ക് ചെയ്യുക.
ശേഷം റൈറ്റ് ക്ലിക്ക് കോപ്പി ഫ്രെയിം എന്ന ക്രമത്തിൽ കോപ്പി ചെയ്ത് മൂന്നാമത്തെ ഫ്രെയിമിലും അഞ്ചാമത്തെ ഫ്രെയിമിലും റൈറ്റ് ക്ലിക്ക് പേസ്റ്റ് ഇൻ ഫ്രെയിം എന്ന ക്രമത്തിൽ ക്ലിക്ക് ചെയ്ത് പേസ്റ്റ് ചെയ്യുക. ഇനി 7, 9, 11 എന്ന ക്രമത്തിൽ നമുക്ക് ഈ ചിത്രത്തെ പേസ്റ്റ് ചെയ്യാം. ശേഷം രണ്ടാമത്തെ ഫ്രെയിമിനെ കോപ്പി ചെയ്ത് ഒന്നിടവിട്ടുള്ള ഫ്രെയിമുകളിൽ ചിത്രത്തെ പേസ്റ്റ് ചെയ്യുക. 4, 6, 8, 10, 12 എന്ന ക്രമത്തിൽ ഈ ചിത്രത്തെ പേസ്റ്റ് ചെയ്യാം. ഇപ്പോൾ 1 മുതൽ 12 വരെയുള്ള ഫ്രെയിമുകളിലെല്ലാം ചിത്രമുണ്ട്. 1ഉം 2ഉം ഫ്രെയിമുകളിൽ മാത്രമേ ചിത്രത്തിന്റെ സ്ഥാനത്തിൽ വ്യത്യാസമുള്ളൂ. മറ്റു ഫ്രെയിമുകളിലും ചിത്രത്തിന്റെ സ്ഥാനത്തിൽ വ്യത്യാസം വരുത്തേണ്ടതുണ്ട്. അതിനായി മൂന്നാമത്തെ ഫ്രെയിമിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം ഒബ്ജക്റ്റ് സെലക്ഷൻ ടൂൾ സെലക്ട് ചെയ്ത് ചിത്രത്തെ ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്യുക. ഇനി കീബോർഡിലെ ആരോ കീ ഉപയോഗിച്ച് ചിത്രത്തെ അല്പം ഒന്ന് മുന്നോട്ട് മാറ്റുക. ഇനി നാലാമത്തെ ഫ്രെയിം സെലക്ട് ചെയ്യുക. ഈ ചിത്രത്തെയും കീബോർഡിലെ ആരോ കീ ഉപയോഗിച്ച് അല്പം മുന്നോട്ട് മാറ്റിവെക്കുക. ഇനി അടുത്ത ഫ്രെയിം. ഇങ്ങനെ ഓരോ ഫ്രെയിമിനെയും തൊട്ടു പിന്നിലെ ചിത്രത്തിന്റെ സ്ഥാനം നോക്കി മുന്നോട്ട് നീക്കിവെക്കുക. ഇപ്പോൾ എല്ലാ ഫ്രെയിമിലും ചിത്രം ഉൾപ്പെടുത്തി കഴിഞ്ഞു. ഓരോ ഫ്രെയിമിലും ചിത്രത്തിന്റെ സ്ഥാനത്തിൽ വ്യത്യാസമുണ്ട്. നമുക്ക് ഈ അനിമേഷനെ പ്രവർത്തിപ്പിച്ച് നോക്കാം. അതിനായി പ്ലെയർ ജാലകം സെലക്ട് ചെയ്ത് പ്ലേ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഈ ചിത്രത്തിന്റെ ചലനം അല്പം വേഗതയിലാണ്. നമുക്ക് FPS അല്പം കുറച്ച് ചലനത്തിന്റെ വേഗത അല്പം ഒന്ന് കുറയ്ക്കാം. ഇനി ഈ അനിമേഷനെ നമുക്ക് എക്സ്പോർട്ട് ചെയ്യാം. അതിനായി ഫയൽ, എക്സ്പോർട്ട് പ്രൊജക്ട് ക്ലിക്ക് ചെയ്യുക. ശേഷം AVI ഫോർമാറ്റ് തിരഞ്ഞെടുത്ത് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. സീനിനെ സെലക്ട് ചെയ്ത് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഈ വീഡിയോ ഡെസ്ക്ടോപ്പിൽ സീൻ 1 എന്ന പേരിൽ നമുക്ക് എക്സ്പോർട്ട് ചെയ്യാം. ഇപ്പോൾ ഈ അനിമേഷൻ തയ്യാറായി. ഇതാണ് അനിമേഷൻ. പ്രവർത്തിപ്പിച്ച് നോക്കാം. റൈറ്റ് ക്ലിക്ക് ഓപ്പൺ വിത്ത് VLC മീഡിയ പ്ലെയർ. നമുക്ക് മറ്റൊരു പ്ലെയറിൽ ഈ അനിമേഷനെ പ്രവർത്തിപ്പിച്ച് നോക്കാം. റൈറ്റ് ക്ലിക്ക് ഓപ്പൺ വിത്ത് SM പ്ലെയർ. ഈ ട്യൂട്ടോറിയലിന്റെ ഈ ഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. ഇതിന്റെ ബാക്കി ഭാഗം അടുത്ത വീഡിയോയിൽ